പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. ഇടുക്ക് വാതിലിലൂടെ അകത്ത് കടപ്പിൻ. കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തിരിക്കുന്ന തിരുവചനമാണ്. ഇടുക്കമുള്ള വഴിയാണ് കർത്താവിൻ്റെത്. രണ്ട് വഴിയുണ്ട്. ഒന്ന് ഇടുക്കമുള്ള വഴി, രണ്ട് വിശാലമായ വഴി. യേശുക്രിസ്തുവിൻ്റെ പാത എന്ന് പറയുന്ന വഴി എന്ന് പറയുന്നത് ഇടുക്കമുള്ളതാണ്, അല്ലെങ്കിൽ കൽപ്പനയുള്ള വഴിയാണ് യേശുക്രിസ്തുവിൻ്റെത്. യേശുക്രിസ്തുവിൻ്റെ വഴിയിൽ കൽപ്പനയുണ്ട്. പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ സ്തോത്രം, ദൈവത്തിൻ്റെ കൽപ്പനകളുടെ ഒരു വലിയ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതിൽ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കണം, 1. 2 സ്നാനപ്പെടണം, 3 പരിശുദ്ധാത്മ പ്രാപിക്കണം, 4 ദൈവവചനം വായിക്കണം, പഠിക്കണം, 5 ആരാധിക്കണം, 6 ദൈവ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. ഈ വഴിയിൽ വിവിധ അനുഭവങ്ങളിലൂടെ ഉള്ള സാഹചര്യങ്ങളിൽ അനേകർ കടന്നുപോയിരിക്കുന്നത് കഷ്ടതയിൽ കൂടെയാണ്. ഈ വഴിയിൽ വന്നവർ ഒന്ന് പൗലൂസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ താൻ അനുഭവിച്ചതായ കഷ്ടതകളും പ്രയാസങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ വലിയ ഒരു രീതിയിലാണ്, വലിയൊരു അളവിലാണ് താൻ അനുഭവിച്ചത്. അതായത് സഭയ്ക്ക് വേണ്ടി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഷ്ടത, പട്ടിണി, പൈതാകം, കള്ള സഹോദരന്മാരുടെ ആപത്ത്, ഉറക്കുളപ്പ്, കാട്ടിലെ ആപത്ത്, കപ്പലിലെ ആപത്ത് എന്ന് പറയേണ്ട അനേക കഷ്ടതയിൽ കൂടെയാണ് പൗലൂസ് ജാതികളുടെ പോയി സുവിശേഷം അറിയിച്ചപ്പോണ്ടായ കഷ്ടത. അത് ദൈവത്തിൻ്റെ വഴിയിൽ താൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഉണ്ടായതായ കഷ്ടതകളാണെങ്കിലും അതിൽ സന്തോഷവും ആനന്ദവും തനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ അപ്പോസ്തലന്മാരായ എല്ലാവരും കർത്താവിൻ്റെ ഇടുക്കമുള്ള പാത തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് കഷ്ടതകളും പ്രയാസങ്ങളും നേരിട്ട് വന്നു. അവിടെയൊക്കെ ദൈവം പ്രൈസലാമേ വിജയകരമായി നടത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പാത തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ പേര് വേദപുസ്തകത്തിൽ വന്നിട്ടുണ്ട്. കൊർന്നലൂസ്. പട്ടാളത്തിൽ ജോലിയുള്ള ഒരു വ്യക്തിയായിരുന്നു. തന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ജീവിതത്തിൽ ധർമ്മം കൊടുത്തും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ പോയി. കാരണം താൻ ഭക്തനാണ്. തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിലൊക്കെയും താൻ സ്തോത്രം പട്ടാളത്തിൽ നിന്ന് കിട്ടുന്ന ജീവിതമാർഗത്തിൽ നിന്ന് അത് ധർമ്മം ചെയ്ത് വളരെ വിശ്വാസത്തിൽ ജീവിച്ചു പോകുന്ന ഒരു ഭക്തനെ കാണാൻ കഴിയും. ദൈവം പ്രൈസലാമേ തന്നെ തൻ്റെ പേരും കൂടെ വേദപുസ്തകത്തിൽ വന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വേദപുസ്തകത്തിൽ ദൈവഭക്തന്മാരുടെ ഒരു ഉടമ്പടി നല്ല അഭിപ്രായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ ദൈവം
കൈക്കൊണ്ടവരാണ്. അതായത് നല്ല നിലവാരത്തിൽ വന്നവരൊക്കെ ദൈവം കൈക്കൊണ്ട്. അല്ലാത്ത മോശമായി വന്ന ദൈവദാസന്മാർ വേദപുസ്തകത്തിൽ തന്നെ ഉണ്ട്. അവരെ ദൈവം കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ അവർ വേദപുസ്തകം വന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അനുഭവവും പിന്നുള്ള തലമുറകൾക്ക് കേൾക്കേണ്ടതിന്, പഠിക്കേണ്ടതിന്, അറിയേണ്ടതിന് വേണ്ടി അവരുടെ പേരും വന്നതേ ഉള്ളൂ. സ്തോത്രം. ഭക്തന്മാരുടെ പേര് വേദപുസ്തകത്തിൽ വന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതിൽ ഒരാളാണ് യോബ്. നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നതുമാണ്. തൻ്റെ മക്കൾ പാവം മനസ്സുകൊണ്ട് ചെയ്തു കാണുമെന്ന് വിചാരിച്ച് യാഗമർപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ കഴിഞ്ഞു പോകുന്ന യോബിൻ്റെ കുടുംബം. അയ്യോബിൻ്റെ പേരും വേദപുസ്തകത്തിൽ വന്നു. ഈ കൽപ്പനയിൽ കൂടെ ജീവിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഇടുക്ക് വാതിൽ കൂടെ കടന്നു വന്ന വ്യക്തിയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാരെ കാണാൻ കഴിയും. സ്തോത്രം. പ്രൈസോട്. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയത്. യോബ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. യോബിൻ്റെ കഷ്ടതയിൽ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നാം മനസ്സിലാക്കുന്നത് യോബ് പ്രാർത്ഥിക്കുന്നതാണ്. തൻ്റെ കഷ്ടതയിൽ തൻ്റെ സഹോദരന്മാരെ, തൻ്റെ സ്നേഹിതന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ, അവരെ സഹായിക്കണമേ. എൻ്റെ സ്നേഹിതന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ അവരെ വിടുവിക്കണമേ, അവരെ സഹായിക്കണമേ, അവരുടെ ബലഹീനതകൾ താങ്ങണമേ, അവർക്ക് ആരോഗ്യം ആയുസ് കൊടുക്കണമേ, തലമുറ ഉണ്ടാകണമേ, സമ്പത്തുണ്ടാകണമേ. ആരെങ്കിലും കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവർക്ക് ആശ്വാസം ലഭിക്കണമേ എന്നൊക്കെയാണ് യോബ് പ്രാർത്ഥിച്ചത്. താൻ കഷ്ടതയിൽ ഇരിക്കുമ്പോഴാണ് മറ്റുള്ളവർ നന്നായി പോകണം എന്നുള്ളതായ ഒരു പ്രാർത്ഥനയാണ് സ്തോത്രം യോബ്, സ്തോത്രം ഹല്ലേലൂയ, പ്രാർത്ഥിച്ചത്. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് യോബിൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നു. താൻ കഷ്ടതയിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ അവസ്ഥയ്ക്ക് ദൈവം സൗഖ്യം കൊടുത്തു, അല്ലെങ്കിൽ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സ്നേഹിതന്മാരെ ദൈവം അനുഗ്രഹിച്ചു കാണും. കാരണം യോബ് ഭക്തനാണ് പ്രാർത്ഥിച്ചത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവ ഭക്തന്മാരുടെ പ്രാർത്ഥന ചെവി ചായ്ച്ച് കേട്ട് ഉത്തരമരുളുന്നു. സ്തോത്രം. ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ചിലരൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സ്തോത്രം പല നിലകളിലാണ്. വലിയൊരു വീടുണ്ടാകണമേ, വാഹനം ഉണ്ടാകണമേ, വലിയ ജോലി തരണമേ, പ്രൈസലാമേ, വിദേശത്ത് പോകാൻ സഹായിക്കണമേ, പ്രൈസലാമേ, വലിയ കാര്യങ്ങൾ ചെയ്യണമേ, മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തണമേ, മറ്റുള്ള മുമ്പിൽ താഴ്ത്തരുത് എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ മനുഷ്യർ പ്രാർത്ഥിക്കുന്നത്. സ്വതന്ത്രം. പക്ഷേ പ്രൈസലാമേ, ഇവിടെ യോബ് പ്രാർത്ഥിച്ചത് അങ്ങനൊന്നുമല്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹം ഉണ്ടാകണം. യോബിന് വേണ്ടി പ്രൈസലാമേ, രക്ഷപ്പെടുത്തണമേ, എന്നെ വലിയ നിലയിലെത്തണമേ എന്ന് യോബ് പ്രാർത്ഥിച്ചില്ല. പ്രൈസലാമേ, ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ ഫലം തിരിഞ്ഞു വന്നു. തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രൈസലാമേ, ഹല്ലേലൂയ, യോബിൻ്റെ ആ പ്രാർത്ഥന തിരിഞ്ഞു വന്ന് യോബിൻ്റെ ജീവിതത്തിൽ വിടുതൽ നൽകി. ഇതാണ് ദൈവം പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസലാമേ വിടുവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ നസ്രയനായ യേശുവിൻ്റെ കരമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതത്തിൽ പരാജയമില്ല, വിജയമാണ്. ഒന്ന് യോബ് പ്രാർത്ഥിച്ച്, രണ്ട് കൊർന്നല്യൂസ് പ്രാർത്ഥിച്ച്. പ്രാർത്ഥനയും ധർമ്മവും ചെയ്ത് ജീവിക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? സോദരം,
പട്ടാളത്തിൽ ഞാൻ ജീവിക്കുകയാണ്, പട്ടാളത്തിലായിരുന്നു ജോലി, ഒരു വലിയ പദവി എനിക്ക് തരണമേ, പട്ടാളത്തിൽ നിന്നൊരു വലിയ പദവി, അതിൽ നിന്ന് വലിയ പദവി തരണമേ, ദേശത്ത് എന്നെ സമ്പന്നനാക്കണമേ, ദേശത്ത് എന്നെ ഉയർത്തണമേ, ദേശത്ത് ഇനിയും ഉയർത്തണമേ എന്നുള്ള പ്രാർത്ഥനയൊന്നുമല്ല യോബ് പ്രാർത്ഥിച്ചത്. അല്ല, സോറി, ഹല്ലേലൂയ, ഈ കൊർന്നലൂസ് പ്രാർത്ഥിച്ചത്. കൊർന്നലൂസ് പ്രാർത്ഥിച്ചത്, ഹല്ലേലൂയ, തന്നെ കാത്തുകൊള്ളണമേ, തൻ്റെ പട്ടാളത്തിൽ നിൽക്കുന്നവരെയൊക്കെ കാത്തുകൊള്ളണമേ, ഹല്ലേലൂയ, ശത്രു കാണാതെ കാത്തുകൊള്ളണമേ എന്നൊക്കെ ആയിരിക്കണം ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നും പലരും പ്രാർത്ഥിക്കുന്നത്, സ്തോത്രം, ഇപ്പോൾ നിൽക്കുന്ന ഉയർച്ചയല്ല, ഇതിലും വലിയ തരണമേ, മറ്റൊരു തലത്തിലേക്ക് മാറ്റണമേ, വലിയ തലങ്ങളിലേക്ക് എത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് മനുഷ്യൻ ആവശ്യമില്ലാത്തുള്ളതായ പ്രാർത്ഥനകളൊക്കെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ആവശ്യമില്ലാത്ത ആരാധനകൾ, ആവശ്യമില്ലാത്ത പ്രസംഗങ്ങൾ, ആവശ്യമില്ലാത്ത, സ്തോത്രം, ഹല്ലേലൂയ, പാട്ടുകൾ, യേശുവിനെ, സ്തോത്രം, ഹല്ലേലൂയ, വളരെ മോശകരമായ രീതിയിലുള്ള ആരാധനകൾ ഒക്കെയാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഊതി വീഴ്ത്തുന്നു, വീഴാത്തവനെ തള്ളി വീഴ്ത്തുന്നു, പലരും പലരെ അങ്ങനെ കബളിപ്പിച്ച് ആളുകളെ കൂട്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. വചനം പഠിപ്പിച്ചു, വചനത്തിൽ നിലനിർത്തി ദൈവികമായ രീതിയിലാണ് ദൈവം നടത്തുവാൻ ദൈവത്തിൻ്റെ ആലോചന വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വചനം പറയുന്നവരെ ഇഷ്ടമല്ല, വചനത്തിൽ നിൽക്കുന്നവരെ ഇഷ്ടമല്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, നമ്മെ വിളിച്ചവനായ ദൈവം, ദേശവുമനായ ദൈവം, ഉയർത്തെഴുന്നേറ്റ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴി ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പനയിൽ കൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. സ്തോത്രം, ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവരെ അല്ല പിശാച് നോട്ടമിട്ടിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവരെയാണ് എന്ന് വിചാരിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥന മുടക്കരുത്. സ്തോത്രം. പ്രാർത്ഥനയിൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. യഹോവയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മെ മറയ്ക്കുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചിലർ വിചാരിക്കുന്നത് ഈ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയിരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണെന്നാണ് ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത്. അത് ഈ ആത്മീയ ലോകത്തിൽ തന്നെ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ. അവർ തന്നെയാണ് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക, സുവിശേഷ വേല ചെയ്യുകയാണെന്ന്. ഞാൻ നേരത്തെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, അതായത് രണ്ട് വഴിയാണ് ഈ ലോകത്തുള്ളത്. വിശാലമായ വഴിയുണ്ട്, അതിനകത്ത് പോയാൽ നമുക്ക് പ്രൈസലാമേ സമ്പത്തുണ്ടാകാം, പല നിലകളിലെത്താം. പക്ഷെ അത് വിട്ടിട്ടാണ് ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് നമ്മൾ വന്നത്. കാരണം ഈ വഴിയിൽ, ക്രിസ്തുവിൻ്റെ വഴിയിൽ, ദൈവത്തിൻ്റെ കൽപ്പനയുടെ വഴിയിൽ നിത്യജീവനുണ്ട്, സ്വർഗമുണ്ട്, സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ക്രിസ്തുവിനായി കഷ്ടം സഹിച്ച ആക്ഷേപങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ ഏറ്റവർക്കൊക്കെ സ്വർഗത്തിൽ പ്രതിഫലമുണ്ടെന്നാണ് ദൈവത്തിനെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് പ്രൈസലാമേൻ ഇടുക അല്ലെങ്കിൽ യേശുവിൻ്റെ പാത നാം തിരഞ്ഞെടുത്തത്. ഇതൊക്കെ സഹിച്ചാൽ നമുക്കൊരു നിത്യതയിൽ പോകാൻ കഴിയുമല്ലോ എന്നോർത്താണ് നമ്മൾ ഈ പാത തിരഞ്ഞെടുത്തത്. മറ്റുള്ളവർ പ്രൈസലാം വിലയിരുത്തണമെന്നില്ല. പ്രൈസലാമേ സ്തോത്രം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ യേശു ക്രിസ്തുവിൻ്റെ പാതയിൽ കൂടെ നാം സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കൽപ്പനയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ, ഈ പറഞ്ഞതുപോലെ അനേക നിന്ദകളും വികാസങ്ങളും ദുഷികളും ഒക്കെ കടന്നു വരുമെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട്
ഇനി എന്തൊക്കെ വന്നാലും പ്രൈസലാമേ നമുക്കൊരു വിഷയമല്ല. കാരണം വിളിച്ചവൻ വിശ്വസ്തനായ ദൈവമാണ്. അന്ത്യം വരെ നടത്തും, വഴിയിൽ വെച്ച് തള്ളില്ല. വേണ്ടതൊക്കെ ദൈവം നടത്തി നൽകി നമ്മെ നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വഴി കൽപ്പനയുടെ വഴിയാണ്. കേവലം പ്രൈസലോൺ ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ബോധിച്ച പ്രകാരം ജീവിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ്റെ വചനത്തിൽ കൂടെ ജീവിച്ചെങ്കിൽ മാത്രമേ, അവൻ്റെ കൽപ്പനയിൽ കൂടെ മാത്രമേ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. കൽപ്പന വിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പിശാചി കയറും. കാരണം എന്ന് പറഞ്ഞാൽ യൂദ, യേശുവിന് ഒറ്റുകൊടുത്ത യൂദ തൻ്റെ ഹൃദയത്തിൽ പിശാച് കടന്നെന്ന. അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനയിൽ ജീവിച്ചവനാ. കൽപ്പന തെറ്റിയപ്പോൾ പിശാചി ഹാലിൽ അവൻ്റെ ഉള്ളിൽ കടന്നു എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞായിരുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്. യൂദ കേട്ടതാ. അവന് വേണമെങ്കിൽ പ്രിയസലാമെ മാനസാന്തരപ്പെടാമായിരുന്നു, കൽപ്പനയിലേക്ക് വരാമായിരുന്നു, ദൈവവചനത്തിലേക്ക് വരാമായിരുന്നു. പക്ഷേ അവനത് കൈക്കൊണ്ടില്ല. പിശാച് കടന്നു. അവനിലുള്ളതായ ഉള്ളിൽ കടന്നപ്പോൾ അവന് പ്രൈസലം യേശുവിനെ ഒറ്റി കൊടുക്കണം, യേശുവിനെ കൊല്ലണം, യേശുവിനെ കുരിശിൽ കയറ്റണം, യേശുവിനെ പ്രൈസലാമെ വകവരുത്തണം എന്നുള്ള ചിന്ത മറ്റേ പ്രൈസലാമെ ഒറ്റി കൊടുക്കാനായിട്ട് ഒരുങ്ങുന്ന സമയങ്ങൾ മുന്നോടി അയക്കുന്ന അന്നത്തെ പ്രൈസലാമെ യൂദാക്കൾക്ക് പ്രൈസലാമെ ഹല്ലേലൂയ പറഞ്ഞു കൊടുക്കട്ടെ. അതുകൊണ്ട് യൂദയുടെ ഹൃദയത്തിൽ ഈ ചിന്തയെല്ലാം വന്നു. ഒന്ന്, യൂദയുടെ ഹൃദയത്തിലുള്ള സന്തോഷം പോയി. രണ്ട്, സമാധാനം പോയി. മൂന്ന്, നിത്യത നഷ്ടപ്പെട്ട്. നാല്, പ്രൈസലാമെ ദൈവവ്യവസ്ഥകൾ നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായി ഒരു മൂഢനായി പ്രൈസലാം അവൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൽ പ്രൈസലാമെ പിശാച് പ്രൈസലം കടന്നതുകൊണ്ട് അവൻ്റെ എല്ലാ ദൈവീയ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ സമനില തെറ്റി. ഇന്നും അങ്ങനെയാണ്. ഈ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയിൽ ദൈവത്തിൻ്റെ വഴികളിൽ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ളത്, എൻ്റെ ഇതിൻ്റെ ജീവിതത്തിലുള്ളത് സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, പ്രത്യാശ നഷ്ടപ്പെടും, നിത്യത നഷ്ടപ്പെടും. ഒന്ന്, നിത്യത നഷ്ടപ്പെടും. രണ്ട്, സമാധാനം നഷ്ടപ്പെടും. മൂന്ന്, സ്വന്തം അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പക്ഷേ പ്രൈസലാമെ ഹല്ലേലൂയ പിശാച് കടക്കാൻ നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അതെങ്ങനെ കടക്കാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ മറന്ന് നാം നമ്മുടെ ബോധിച്ച പ്രകാരം ജീവിച്ചാൽ നമ്മുടെ ഉള്ളിൽ പിശാച് കടന്ന് നാം വഴി തെറ്റിയവരായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്രിസ്തുവിൻ്റെ വഴി ഒന്നേ ഉള്ളൂ. അത് ജീവൻ്റെ വഴിയാണ്, ജീവൻ്റെ മാർഗമുള്ള വഴിയാണ്, നിത്യതയുടെ വഴിയാണ്, അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ഒന്ന്, നിത്യതയുടെ വഴിയാണ്. രണ്ട്, അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. മൂന്ന്, സ്തോത്രം ഹല്ലേലൂയ സമാധാനത്തിൻ്റെ വഴിയാണ് യേശു ക്രിസ്തുവിൻ്റെത്. യേശുവിൻ്റെ വഴിയിൽ ജീവിക്കുക എന്നുള്ളത് സ്തോത്രം ഹല്ലേലൂയ വളരെ ചുരുക്കമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ വഴിയിൽ. പലരും ഇന്ന് യേശുവിൻ്റെ വഴി വിട്ട് പ്രൈസലാം വിശാലമായ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമ്പാദിക്കണം, കോടികൾ ഉണ്ടാക്കണം, കോടിപതികളാകണം, സമതല തെറ്റി പ്രൈസലാം അവസാനം ഹല്ലേലൂയ നിത്യ നരകത്തിന് യോഗ്യരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ മടങ്ങി വന്ന സ്തോത്രം ക്രിസ്തുവിൻ്റെ വഴിയിൽ വീണ്ടും വരുവാൻ ദൈവം നിന്നെ കാത്തിരിക്കുകയാണ്. നീ മടങ്ങി വന്നാൽ നിനക്ക് പരിഹാരമുണ്ട്. നീ മടങ്ങി വന്നാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു, സ്തോത്രം, എന്നെ നിന്നെ വിടിവിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
ദൈവം പ്രൈസലാമേ തൻ്റെ കൽപ്പനകളെ സ്തോത്രം അവൻ എഴുതി വച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവിൽ. വേദവചനങ്ങൾ പ്രൈസലോ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാ നിയോഗപ്രകാരമാണ്. വിവിധ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവർ ഹൃദയത്തിൽ കൊടുത്തെഴുതി ഒന്നിച്ചപ്പോൾ ഒരു പുസ്തകമായി മാറി. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഒരു വലിയ പങ്കുണ്ട് വേദവചനത്തിൻ്റെ ആധികാരികതയെ എഴുതുവാൻ. സ്തോത്രം, ദൈവമാണത് ചെയ്തത്. അതിൽ അനേകരുടെ പേര് വന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കൽപ്പനയുടെ പാതയിൽ പോയവർക്കൊക്കെ അനുഗ്രഹവും വിടുതലും സമാധാനവും സന്തോഷം അനുഭവിച്ചത് വേദപുസ്തകത്തിൽ അകത്ത് അവരുടെ പേരുകൾ വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നാം പ്രൈസലോ ഒരുപക്ഷെ നമ്മുടെ പേര് വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നുണ്ടുള്ളത് നമ്മൾ ചിന്തിച്ചു. ജീവപുസ്തകത്തിൽ പേരെഴുതാത്തവരെല്ലാം തീപ്പൊഴിക്ക് തള്ളിയിടും. ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് ഒഴിഞ്ഞു പോയി പുതിയതായി തീരുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുകയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ എൻ്റെ നിൻ്റെ പേരില്ലെങ്കിൽ സ്വർഗത്തിൽ എൻ്റെ നിൻ്റെ പേരെഴുതിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ കൽപ്പനയുടെ പാതയിൽ കൂടെ പോയെങ്കിൽ മാത്രമേ ഈ പേരുണ്ടാവൂ. ഹാലോയ്, അവനെ ആരാധിക്കണം, അവനെ മഹത്വപ്പെടുത്തണം, അവനെ സാക്ഷിക്കണം, അവനെ യേശുവിനെ ഉയർത്തണം. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പാതയിലേക്കൂടെയാണ് പ്രൈസലാമേ മോശ ഈ പാതയാണ് തിരഞ്ഞെടുത്തത്. ഇടുക്കമുള്ള പാത. ഹല്ലേലൂയ. മോശ പ്രൈസലാമേ ഇസ്രായേൽ ജനത്തെ നടത്തിയത് ഈ വഴിയിൽ കൂടെയാണ്. പ്രൈസലാമേ, സ്തോത്രം. ഈ ചെങ്കടലിന്റെ പാത ഒരുക്കി കൊടുത്തത് ഈ യേശുവിൻ്റെ വഴിയാണ്. ഉണങ്ങിയ നിലമെന്ന പോലെ അവർ നടന്നുപോയി. അപ്പുറത്തിപ്പുറം മതിൽ പോലെ വെള്ളം നിന്നു. മോശയും തൻ്റെ ജനത്തെയും ദൈവം നടത്തി. ഈ വഴി യെരൂശലേമേ ക്രിസ്തുവിൻ്റെ പാതയാണ്. സ്നാനമെന്ന പോലെ അവർ ചെങ്കടലിലൂടെ അക്കരെ കടന്നു. സ്തോത്രം. യഹോവയായ ദൈവത്തിൻ്റെ കരം യെരൂശലേമേ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് വരുന്നവർക്ക്, ക്രിസ്തുവിൻ്റെ വഴി നിൽക്കുന്നവർക്ക്, ക്രിസ്തുവിൻ്റെ കൽപ്പനയിൽ ജീവിക്കുന്നവർക്ക്, ക്രിസ്തുവിൻ്റെ സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ വചനത്തിൽ നിലനിൽക്കുന്നവർക്ക് വലിയ വിടുതലുണ്ട്. ദൈവം നമ്മെ സഹായിപ്പാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനം ആധികാരികതകളെ പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവം തൻ്റെ വഴിയെ കൂടെ ജീവിക്കുന്നവർക്ക് ദൈവ അനുഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നു. ഇടുക്ക് വാതിൽ കൂടെ കടക്കുന്നവർക്ക് മഞ്ഞയുണ്ട്. ഇടുക്ക് വാതിൽ കൂടെ കടക്കുന്നവർക്ക് കാടയിറച്ചിയുണ്ട്. ഇടുക്ക് വാതിൽ കൂടെ കടക്കുന്നവർക്ക് ദാഹിക്കുമ്പോൾ വെള്ളമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് പോകുന്നവർക്ക് 5 അപ്പവും 2 മീനും 5000 പേര് പോഷിപ്പിച്ചതുപോലെ നിന്നെ പോഷിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയുടെ വഴി കൂടെ നടന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, പ്രതികൂലം വന്നാലും പ്രതിസന്ധി വന്നാലും കാറ്റ് വന്നാലും വലഞ്ഞാലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. ദൈവം എഴുന്നേറ്റ് പ്രൈസലോ അതിനെ ശാന്തമാക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ഈ ഇടുക്ക് വാതിൽ കൂടെ കടക്കുന്നവർക്ക് പ്രൈസലാമേ സ്തോത്രം, ഹല്ലേലൂയ, പുരാതന സമ്പത്തുണ്ട്, നീതിയുണ്ട്, ധനമുണ്ട്, മാനമുണ്ട്. ദൈവം മാനിക്കും. ഈ യേശുവിൻ്റെ വഴിയിൽ കൂടെ നടക്കുന്നവർക്ക് പ്രൈസലാമേ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, പ്രഭുക്കന്മാരുടെ മധ്യത്തിൽ നിർത്തി ആദരിക്കുന്ന ദൈവമാണ്. ഉന്നതന്മാരുടെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഇടുക്ക് വാതിൽ കൂടെ കടക്കുന്നവർക്ക് ശത്രുഭാഗം മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഇടുക്ക് വാതിൽ കൂടെ കടക്കുന്നവർക്ക് പ്രൈസലാമേ സ്തോത്രം, ഹല്ലേലൂയ,
ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ പാതയിൽ, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ വഴിയിൽ, കൽപ്പനയിൽ നടക്കുന്നവർക്ക് പ്രൈസലാമേ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ അനവധിയായി ദൈവം വെച്ചിരിക്കുകയാണ്. ഈ ഇടുക്കവാതിൽ കൂടി നടക്കുന്നവർക്ക് വാഗ്ദത്തമുണ്ട്. സ്തോത്രം. മറ്റേ വിശാലമായ വഴിയിൽ കൂടി നടക്കുന്നവർക്ക് ഇതൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞത്, അവർ ഈ ലോകത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ സമ്പന്നനായി അവർ മരിച്ച് അവരുടെ കാലം കഴിയുകയാണ്. അതാണ് വിശാലമായ വഴി എന്ന് പറയുന്നത്. ഈ യേശുക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് നടക്കുന്നവർക്ക് എന്തുകൊണ്ട്? പ്രൈസലാമേ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്തുകൊണ്ട്? സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതമുണ്ട്. എന്തുണ്ട്? അത്ഭുതമുണ്ട്. ദൈവത്തിൻ്റെ കരമായി ചുരുങ്ങിയ ദൈവമാണ്. ഞാനും നീയും തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാനും നീയും പ്രൈസലോ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസലോ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ സംഭവങ്ങൾ നിറഞ്ഞതായ ഈ ലോകത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ പ്രൈസലോ വചനത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, ജീവനുണ്ട്. പ്രൈസലാമേ, സ്തോത്രം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ദൈവം വിടുവിക്കും. ഒരിടത്ത് പ്രൈസലാമേ ഒരു മരുമോനും സ്വന്തം മോളും ഇവർ രണ്ടുപേരും എന്നും വഴക്കാണ്. പ്രൈസലാമേ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നും വഴക്കെന്ന് പറഞ്ഞാൽ അടിയും ഇടിയും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് പ്രൈസലാമേ അമ്മാവിയപ്പം അറിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. തൻ്റെ മകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് പലപ്പോഴും കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ട് തനിക്ക് പ്രൈസലാമേ അറിഞ്ഞതുകൊണ്ട് തനിക്ക് ദേഷ്യമുണ്ടായി, കോപമുണ്ടായി. ഒരിക്കൽ പ്രൈസലാമേ ഈ മരുമൻ്റെ അരികിൽ വന്ന്, നീ എന്തിനാണ് എൻ്റെ മോളെ തല്ലുന്നത്? നിനക്ക് വേണ്ടി കളഞ്ഞിട്ട് പോടാ എന്ന് അവനോട് പറഞ്ഞു. ഈ അപ്പനോട് പ്രൈസലാമേ ഹല്ലേലൂയ കയർത്തി ചെന്നു. അമ്മയപ്പൻ ഇച്ചിരി അടുതിലേക്ക് അറിയുന്നതാണ്, കൊളുത്തിട്ട് പിടിച്ചു. പ്രൈസലാമേ ഹല്ലേലൂയ. അതായത് അമ്മയപ്പൻ്റെ കയ്യിൽ എന്തോ ഒരു കൊളുത്തുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അവൻ്റെ ഇളിക്കകത്ത് കയറ്റി കൊളുത്ത് കയറ്റി ഒരു പിടിച്ചു. അതോടുകൂടി പ്രൈസലോ ഭയന്ന് പേടിച്ചു. അതോടി പിന്നെ അടിയുമില്ല, ബഹളവുമില്ല. പ്രൈസലാമേ, സ്തോത്രം. നോക്ക്, പ്രൈസലാമേ ദൈവത്തിൻ്റെ പ്രവർത്തനം വന്നപ്പോൾ പ്രൈസലാമേ അതുവരെയും ഹല്ലേലൂയ താൻ ഹല്ലേലൂയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത് സമയമായപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അവൻ അതോടെ സകലവും പ്രൈസലാമേ ഉപേക്ഷിച്ച് ഇപ്പം വഴക്കുമില്ല, അടിയില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളിൽ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിന് ദൈവത്തിൻ്റെ കരവിരുതുണ്ട്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് പ്രൈസലാമേ നാം പ്രാർത്ഥിക്കുക. ഒന്ന്, ഇടുക്ക വാതിൽ കൂടെയുള്ള വഴി എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ മാർഗമായ വഴിയാണ്. രണ്ട്, വിശാലമായ വഴി. ഇത് രണ്ട് വഴികളാണ് നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടെ നീ ജീവിച്ചാൽ, ഒന്ന്, മന്നയുണ്ട്. രണ്ട്, കാടയിറച്ചിയുണ്ട്. മൂന്ന്, പ്രൈസലാമേ കുടിപ്പാൻ വെള്ളമുണ്ട്. നാല്, പ്രൈസലാമേ ദൈവം നിന്റെ കൂടെ ഇരിക്കും. പ്രൈസലാമേ ഇങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വഴിയിലാണ് നാം ആയിരിക്കുന്നത്. അത്ഭുതം ഇന്നും തീർന്നിട്ടില്ല, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സർവശക്തൻ, ദയവുള്ള ദൈവം, കരുണയുള്ള ദൈവം, മഹാദയവുള്ള ദൈവം തൻ്റെ പ്രവൃത്തി അയച്ച് വിടുവിച്ചാൽ പ്രൈസലാമേ നമ്മെ സ്തോത്രം അനുഗ്രഹമായി നടത്തുന്ന ഒരു മാർഗമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ കൽപ്പനയുടെ വഴിയിൽ കൂടെ നമുക്ക് ജീവിക്കാം. അവിടെയാണ് അത്ഭുതം ഇരിക്കുന്നത്.
ഒന്ന്, ക്രിസ്തുവിൻ്റെ കൽപ്പനയുള്ള വഴിയിൽ കൂടി ജീവിക്കുക, അവിടെ അത്ഭുതം ഇരിക്കുന്നുണ്ട്, അത്ഭുതം. രണ്ട്, വിശാലമായ വഴി. അതുകൊണ്ട് പ്രൈസലാമേ ഹല്ലേലൂയ, നമുക്ക് സ്തോത്രം, ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയത് കാശിന് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല, മറിച്ച് സ്തോത്രം ഈ വഴികൾ ജീവിക്കുന്നത് കൊണ്ട് അനേക പ്രയാസങ്ങൾ കടന്നു പോകേണ്ടി വരുമെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അത്ഭുതമായി വിടുവിച്ച് അനുഗ്രഹമായ നിലയിൽ നമ്മൾ നടത്തുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവനാമത്തോണ്ടാകട്ടെ. ആമേൻ.